എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കാം. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ മീഡിയം സൈസിലുള്ളൊരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒരു കുക്കറിലോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങ് കുക്കറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 3 വിസിലടുപ്പിച്ച് വേവിക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടും. മധുരക്കിഴങ്ങ് വേകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അവലൊന്ന് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ച് ഇതുപോലെ ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമ്മൾ 2 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 5 ഏലക്കയും ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആകുന്ന വരെ ഇത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ അവലൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. മധുരക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മധുരക്കിഴങ്ങ് നല്ലതായിട്ട് ഉടച്ചെടുത്തു. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അവൽ നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തരിതരിപ്പായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. കിസ്മിസ് ഒക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറുന്നവരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയുടെ കളർ ഇതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇനി ഇതിലോട്ട് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. മധുരക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് 2 മിനിറ്റോളം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതാണിത് കേട്ടോ. അത് നമുക്ക് അരിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം പൊടിച്ചു വെച്ചിരിക്കുന്ന അവൽ ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഇതിലെ വെള്ളം എല്ലാം വറ്റി ഒന്ന് കുറുകി ഉരുണ്ട് വരുന്ന പരുവുണ്ടല്ലോ, ആ പരുവാവുന്ന വരെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളം എല്ലാം വറ്റി ഒന്ന് ഉരുണ്ടുകൂടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോഴും നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഒരെണ്ണം ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തു. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാം ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. തീർന്നിട്ടില്ല കേട്ടോ. കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉരുട്ടി വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റോളം ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്നാക്കിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂടും. ഇതേ രീതിയിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്നാക്കാണിത്. നല്ല ഹെൽത്തിയുമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.